പണ്ട് നല്ല സൂര്യപ്രകാശമുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ ബോബോ എന്നു പേരുള്ള ഒരു ചെറിയ ചുവന്ന ബലൂൺ ഉണ്ടായിരുന്നു. ബോബോ സാധാരണ ബലൂൺ ആയിരുന്നില്ല. ഒരു വലിയ സൗഹാർദ്ദപരമായ പുഞ്ചിരിയും കുട്ടികളെ സന്തോഷിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവനുമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ബോബോ താൻ കണ്ടുമുട്ടിയ എല്ലാവരോടും ഹെലോ പറഞ്ഞുകൊണ്ട് ഗ്രാമത്തിലെ തെരുവുകളിലൂടെ പതുക്കെ ഒഴുകും. അവൻ്റെ ചരട് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് കുട്ടികൾ പിന്നാലെ ഓടും. രസകരമായി ടാഗ് ഗെയിം കളിച്ച് ബോബോ ചിരിക്കുകയും പൊങ്ങിക്കിടക്കുകയും ചെയ്യും. ഒരു ദിവസം ഗ്രാമത്തിലൂടെ ശക്തമായ കാറ്റ് വീശുകയും ബോബോയെ ആകാശത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. താഴെയുള്ള ഗ്രാമം മുഴുവൻ കാണുന്നതുവരെ അവൻ കൂടുതൽ ഉയരത്തിൽ പൊങ്ങി. ബോബോ അല്പം ഭയപ്പെട്ടിരുന്നുവെങ്കിലും വളരെ ആവേശഭരിതനായിരുന്നു. അങ്ങനെ പൊങ്ങിക്കിടക്കുമ്പോൾ ലില്ലി എന്ന കൊച്ചു പെൺകുട്ടി അവളുടെ പൂന്തോട്ടത്തിൽ കരയുന്നത് ബോബോ കണ്ടു. ലില്ലിക്ക് വിസ്കർ എന്നു പേരുള്ള അവളുടെ പൂച്ചക്കുട്ടിയെ നഷ്ടപ്പെട്ടു. അവനെ എങ്ങനെ കണ്ടെത്തണമെന്ന് അറിയില്ലായിരുന്നു. താൻ അവളെ സഹായിക്കണമെന്ന് ബോബോയ്ക്ക് അറിയാമായിരുന്നു. അവൻ ലില്ലിയുടെ അടുത്തേക്ക് ഒഴുകിയെത്തി അവളുടെ കവിളിൽ മെല്ലെ തലോടി. ലില്ലി മുകളിലേക്ക് നോക്കി. ബോബോ സൗഹാർദ്ദത്തോടെ ലില്ലിയെ നോക്കി പുഞ്ചിരിച്ചു. ബോബോയുടെ സഹായത്തോടെ ലില്ലി ഗ്രാമം മുഴുവൻ നോക്കി. ഒടുവിൽ ഒരു മരത്തിൽ നിന്ന് മൃദുവായ ഒരു മ്യാവു ശബ്ദം അവർ കേട്ടു. അവിടെ ഉയർന്ന ശാഖയിൽ വിസ്കർ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ബോബോ പൊങ്ങിക്കിടന്ന് വിസ്കറിനെ താഴേക്കിറങ്ങാൻ പ്രോത്സാഹിപ്പിച്ചു. ബോബോയുടെ മാർഗനിർദ്ദേശത്തോടെ വിസ്കർ ലില്ലിയുടെ കൈകളിലേക്ക് സുരക്ഷിതമായി മടങ്ങിയെത്തി. ബോബോയുടെ സഹായത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ലില്ലി അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. ബോബോയും ലില്ലിയും വളരെ നല്ല സുഹൃത്തുക്കളായി. എല്ലാ ദിവസവും അവർ ഒരുമിച്ചു കളിച്ചു. ഗ്രാമം മുഴുവൻ ചിരിയും സന്തോഷവും പകർന്നു. അങ്ങനെ താൻ കണ്ടുമുട്ടിയ എല്ലാ കുട്ടികൾക്കും പുഞ്ചിരിയും സന്തോഷവും നൽകി ബോബോ എന്ന ചുവന്ന ബലൂൺ ഒഴുകിക്കൊണ്ടിരുന്നു.